മറ്റു വാർത്തയിലേക്ക് 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും നിയമസഭ ചേരുകയാണ്. AK സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം സഭയിൽ ചർച്ചയായേക്കും. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആയുധമാക്കും. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്ന് സഭ 3 ദിവസത്തെ ഇടവേളയിൽ സഭ പ്രക്ഷുബ്ധമാകാനുള്ള കാരണങ്ങൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. എന്താവും അവസ്ഥ? സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് KG സെന്ററിലെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവം തന്നെയാണ്. ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം തന്നെ നിയമസഭയിൽ എത്തിക്കാനാണ് സാധ്യത. അത്തരമൊരു ആലോചനയാണ് നടക്കുന്നത്. ഇത്തരത്തിൽ 4 ദിവസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വീഴ്ചയാണെന്നും ബോധപൂർവം ഇത്തരത്തിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ, മറ്റ് വിഷയങ്ങളും ശ്രദ്ധ തിരിച്ചുവിടാൻ സൃഷ്ടിക്കപ്പെട്ട സ്ഫോടക വസ്തു ഏറാണ് എന്നുള്ള ആരോപണവും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. അത് വലിയ അത്തരമൊരു ആരോപണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ അത് വലിയ പ്രതിരോധങ്ങൾക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ആക്ഷേപങ്ങൾക്കും കാരണമാകും. അങ്ങനെയാണെങ്കിൽ ഇന്നും സഭ പ്രക്ഷുബ്ധമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൂടാതെ PC ജോർജിന്റെ അറസ്റ്റുണ്ട്. PC ജോർജിന്റെ അറസ്റ്റ് എന്നുള്ള വിഷയത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ചയാകാൻ സാധ്യതയുള്ളത് PC ജോർജ് ജാമ്യം ലഭിച്ച ശേഷം പുറത്തിറങ്ങി പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഇത്തരത്തിൽ പല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ PC ജോർജ് നടത്തിയിരുന്നു. ആ സാഹചര്യങ്ങൾ, കൂടാതെ ഫാരിസ് അബൂബക്കർ എന്ന വിവാദ വ്യവസായിയുടെ പേര് പുതുതായി വിഷയത്തിലേക്ക് വരുന്നു. ആ സാഹചര്യങ്ങൾ ഇവയെല്ലാം ഇന്ന് സഭയിൽ എന്തായാലും ഇന്നും ഈ വിഷയങ്ങളും പ്രതിപക്ഷം നേരിട്ടല്ലെങ്കിൽ ഒരുപക്ഷെ ചർച്ചയുടെ സമയത്തെങ്കിലും ഈ വിഷയം ഉന്നയിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആ വിഷയം ചർച്ചയിൽ വന്നാൽ പോലും വീണ്ടും പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധങ്ങൾ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഇതുകൂടാതെ സ്വർണ്ണക്കടത്ത് കേസിൽ വീണ്ടും ചില വെളിപ്പെടുത്തലുകൾ സ്വപ്നം നടത്തിയിട്ടുണ്ട്. ആ വിഷയവും ഇന്ന് നിയമസഭയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും കഴിഞ്ഞ 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾക്ക് ശേഷം സഭ കൂടുകയാണ്. ഈ 3 ദിവസവും വലിയ രാഷ്ട്രീയപരമായും അല്ലാതെയുമുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നടന്നു. ആ സാഹചര്യങ്ങളെല്ലാം ഇന്ന് സഭയിൽ വരികയും അതിന് വാദങ്ങളും പ്രതിവാദങ്ങളും ഉണ്ടാവുകയും ചെയ്യും. കിരൺ. ഉമേഷ്, PC ജോർജിന്റെ വിഷയത്തിൽ ആദ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഇന്നലെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് PC ജോർജിന് അനുകൂലമായ അനാവശ്യമായ ഒരു അറസ്റ്റ് ആയിരുന്നു എന്നുള്ള മറ്റുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു. ഇത് എത്രത്തോളം ശ്രദ്ധിച്ചും സൂക്ഷ്മമാവും പ്രതിപക്ഷം സഭയിൽ ഉപയോഗിക്കുക? PC ജോർജിന്റെ വിഷയമാണ്. സ്വാഭാവികമായി PC ജോർജ് ഇത്തരത്തിൽ പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ സാഹചര്യം നോക്കി മാറി മാറി നിലപാടെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജ് എന്നുള്ള വിഷയം മാത്രം ഊന്നി, അല്ലെങ്കിൽ PC ജോർജിന്റെ ഒരു നിലപാടിൽ മാത്രം ഊന്നി, അല്ലെങ്കിൽ PC ജോർജിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാകാൻ സാധ്യതയില്ല. കാരണം ഏത് സാഹചര്യത്തിലും PC ജോർജിന്റെ വിഷയമായതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മാറി വരാം. നാളെ പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും PC ജോർജ് മടിക്കില്ല. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PC ജോർജിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് നിയമസഭയിൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ PC ജോർജ് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിൽ PC ജോർജിനെ ഒരു കേസ് PC ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെ പ്രോസിക്യൂഷന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ പിടിപ്പുകേട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് ഒരു ചർച്ചയാക്കാൻ നമ്മുടെ നേരത്തെ AKG സെന്റർ വിഷയത്തിൽ ത്തിനോടൊപ്പം ക്ലബ്ബ് ചെയ്ത് പറയാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു സ്ത്രീയുടെ പരാതിയിൽ, സ്ത്രീയെ ജാമ്യം ലഭിക്കാത്ത കുറ്റത്തിന് സ്ത്രീ നൽകിയ പരാതിയിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഉടൻ തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അവിടെ ആഭ്യന്തര വകുപ്പിന് വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രോസിക്യൂഷൻ വീഴ്ച മറ്റ് വിഷയങ്ങൾക്കൊപ്പം ഇതും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ PC ജോർജ് പറഞ്ഞ ആരോപണങ്ങൾ, പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞ ആരോപണങ്ങൾ, ഫാരിസ് അബൂബക്കർ മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശയാത്രകൾ, ആ സംബന്ധിച്ച ദുരൂഹതകൾ ഉണ്ട് എന്ന് PC ജോർജ് ആരോപിച്ചിരുന്നു. ഈ വിഷയങ്ങൾ ഒരുപക്ഷെ PC ജോർജിനെ കോട്ട് ചെയ്ത് നിയമസഭയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ഒരു സാഹചര്യമാണ് ഒരുപക്ഷെ നടക്കുക. പക്ഷേ കേസിൻ്റെ, അതായത് PC ജോർജിനെടുത്ത കേസിൻ്റെ മെറിറ്റ് സംബന്ധിച്ചുള്ള ചർച്ചയിലേക്കോ, അല്ലെങ്കിൽ കേസിൽ PC ജോർജിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചർച്ചയിലേക്കോ പോകാനുള്ള സാധ്യത കുറവാണ്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെയാവും PC ജോർജിന്റെ വിഷയത്തിൽ പ്രതിപക്ഷവും ഇടപെടുക, അല്ലേ?
തീർച്ചയായും അത് കാരണം സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ അത്രത്തോളം തന്നെയാണ്. കാരണം പി സി ജോർജിനെ നേരത്തെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിൽ കൂടാതെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യം ലഭിച്ച സാഹചര്യത്തിലെല്ലാം രൂക്ഷ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. ഇത്തരത്തിൽ അറസ്റ്റ് വൈകുന്നു എന്നുള്ള ആക്ഷേപം ആദ്യം പ്രതിപക്ഷം ഉയർത്തി. അതിനുശേഷം അറസ്റ്റ് ചെയ്ത് കോടതിയിലെത്തിച്ചപ്പോൾ അതൊരു നാടകമാണ്, BJP-യുമായി ചേർന്നുള്ള ഒരു നാടകമാണെന്നുള്ള ആരോപണം ഉയർത്തിയിരുന്നു. പ്രതിപക്ഷം എന്തായാലും പി സി ജോർജിനെതിരെ തന്നെയാണ്. പി സി ജോർജിന്റെ നിലപാടുകൾക്കും പി സി ജോർജിന്റെ രീതികൾക്കും പൂർണ്ണമായി എതിര് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അനുകൂലമായ ഒരു നിലപാട് എന്തായാലും പി സി ജോർജിന്റെ വിഷയത്തിൽ എടുക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന് വന്ന വീഴ്ചകൾ ഉയർത്തിക്കാട്ടി ആഭ്യന്തര വകുപ്പിന്റെ നടപടികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായി നിൽക്കുന്നത്. ഭരിക്കുന്ന പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഒരാൾ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലും ആൾ ആരെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ആദ്യം പോലീസ് പറഞ്ഞു മറ്റൊരാൾ ഒരു സ്കൂട്ടറിൽ പോയി അയാൾ എന്തോ ഒരു സ്ഫോടക വസ്തു കൈമാറിയിട്ടുണ്ട്, അയാളെ കണ്ടെത്തിയപ്പോൾ അയാൾ അവിടുത്തെ ഒരു തട്ടുകടക്കാരനാണ്, അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് കണ്ടെത്തി. മറ്റൊരു പയ്യനെ അറസ്റ്റ് ചെയ്തു, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ. അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ്, അയാൾക്കും ഇതിൽ ബന്ധമില്ലെന്ന് കണ്ടെത്തി. ഇപ്പോഴും പോലീസ് ഇരുട്ടിൽ തപ്പി നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം കറക്റ്റായി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു മറുപടി പറയാൻ സർക്കാരിന് കഴിയുമോ? എങ്ങനെയാവും സർക്കാർ ഇക്കാര്യത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക? സ്വാഭാവികമായി അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ ഘട്ടത്തിൽ സർക്കാർ ഇടപെടില്ല എന്നുള്ള ഒരുപക്ഷെ മറുപടിയിൽ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. കൂടാതെ സംഭവം നടന്ന് 1 മണിക്കൂർ പോലും ആകുന്നതിന് മുൻപ് മിനിറ്റുകൾക്ക് അകം തന്നെയാണ് ഇതിൽ ഒരു കോൺഗ്രസ് ഗൂഢാലോചന അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് പിന്നിലെന്നുള്ള ആരോപണവുമായി LDF കൺവീനർ രംഗത്തെത്തിയത്. അത്തരത്തിൽ LDF കൺവീനർ അത്തരമൊരു പരാമർശം നടത്തി 4 ദിവസം കഴിയുകയാണ്. അത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞു എന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ അതും രാഹുൽ ഗാന്ധി വരുന്ന ദിവസം തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് LDF കൺവീനർ ഒരു പ്രസ്താവന നടത്തുന്നു. ആ പ്രസ്താവന നടത്തി 4 ദിവസം കഴിയുമ്പോഴും പ്രതിയെ പിടിക്കാനാകുന്നില്ല. പ്രതിയെ പിടിക്കാൻ അല്ലെങ്കിൽ പ്രതിയെ ഈ 70ഓളം CCTV ക്യാമറകളാണ് തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പരിശോധിച്ചത്. 70ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോഴാണ് അതിലൊരു ഗൂഢാലോചന സിദ്ധാന്തം പോലീസ് കൊണ്ടുവന്നത്. അതായത് മറ്റൊരാൾ ആദ്യം വന്ന് സ്ഫോടക വസ്തു നൽകുന്നു, ആ സ്ഫോടക വസ്തു കൊണ്ട് ഇയാൾ എറിഞ്ഞിട്ട് പോകുന്നു. പക്ഷേ രണ്ടാമത്തെ ആളെ ചുമന്ന ബൈക്കിൽ വന്ന ആളെ കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹം ഒരു തട്ടുകടക്കാരനാണ് അത് തിരിച്ചത്. ഇതോടുകൂടി ഇതിനൊരു ഗൂഢാലോചന സിദ്ധാന്തം അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായമുണ്ട് എന്നുള്ള ഒരു പോലീസിൻ്റെ നിഗമനം അത് പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. അത് കൂടാതെയാണ് ഈ പറയുന്നത് പോലെ CCTV ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ പ്രതിയെ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷയും ഇവിടെ ഇല്ലാതാവുകയാണ്. ഇനി പോലീസിന് ക്രിമിനൽ ലിസ്റ്റിലുള്ള ആളുകളെ, അത്തരത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റീസുകളിൽ പങ്കെടുത്തിരുന്ന ആളുകളെ, സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സ്ഫോടക വസ്തു കൈമാറ്റം ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിന് ലൈസൻസ് ഉള്ള ആളുകൾ തുടങ്ങി പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ കാര്യങ്ങൾ ഇന്ന് നിയമസഭയിൽ ഭരണപക്ഷം പറയും. പക്ഷേ അത് എത്രത്തോളം തൃപ്തികരമാകും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. കാരണം ഭരണകക്ഷിയുടെ പ്രധാന പാർട്ടിയുടെ ഓഫീസിൻ്റെ ആസ്ഥാനത്തേക്കാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞ് അത് വലിയ വിവാദത്തിലേക്ക് കടക്കുകയും ചെയ്തത്. പ്രതിപക്ഷത്തിനെതിരെ ആരോപണവും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിശദീകരണത്തിൽ മാത്രം പ്രതിപക്ഷം അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ എറിയാൻ വന്നയാൾ ഹെൽമറ്റ് പോലും വെക്കാതെയാണ് വന്നത്. അയാളെ ദൃശ്യങ്ങൾ 1-2 CCTV-യിൽ ലഭ്യമാവുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് CCTV കണ്ടാൽ ആളെ തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ള വിഷയം വേറെ. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിലെ പോലീസിന് കഴിയുന്നില്ല. തിരുവനന്തപുരത്ത് എല്ലാവിധ സംവിധാനമുള്ള പോലീസ് സംവിധാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാർ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. അപ്പോഴും ഒരാൾ വന്ന് ബോംബ് എറിഞ്ഞിട്ട് പോകുന്നു, അല്ലെങ്കിൽ അയാൾ സ്ഫോടക വസ്തു എറിഞ്ഞിട്ട് പോകുന്നു. ഇതെല്ലാം തീരുമാനിക്കേണ്ട ഫോറൻസിക്കാണ്. അപ്പോൾ എന്നിട്ട് ഇതുവരെ അയാളെ കണ്ടെത്താനോ ഒന്നും കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും? സ്വാഭാവികമല്ലേ, വലിയ ചോദ്യം വരില്ലേ? ഇത്ര സ്വന്തം ഓഫീസ് സംരക്ഷിക്കാൻ പോലും ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉയർത്തില്ലേ? തീർച്ചയായും ഈ വലിയ ചോദ്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഓഫീസ് ആക്രമിച്ച് 4 ദിവസമാവുകയാണ്. സർക്കാർ സംവിധാനങ്ങളും, അതായത് എല്ലാ മന്ത്രിമാരും സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയതാണ്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ പാർട്ടിയിലെ ഉന്നത നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്ഥലം സന്ദർശിക്കുകയും നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത സംഭവമാണ്. 4 ദിവസം കഴിഞ്ഞിട്ടും പക്ഷേ പോലീസിന് ഒരു സൂചന പോലും നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പോലീസിൻ്റെ ഒരു സൂചന, പുറത്തു വന്ന സൂചന, അത് തെറ്റായി മാറുകയും ചെയ്തു. അത് തെറ്റായി എന്ന്
എന്ന് മാത്രമല്ല വലിയ അബദ്ധമായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ഏത് രീതിയിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞാൽ പൊട്ടുന്ന അത്തരത്തിൽ സ്ഫോടക വസ്തു ഉണ്ടാക്കുന്ന ആളുകൾ, അത്തരത്തിൽ അവർക്ക് അതിൽ മുൻപരിചയമുള്ള കേസുകൾ ഉണ്ടായ ആളുകൾ, ക്രിമിനൽ പശ്ചാത്തലത്തിൽ കൂടെ നിൽക്കുന്ന ആളുകൾ തുടങ്ങിയ സാഹചര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. അത് വളരെ പെട്ടെന്ന് പരിശോധിച്ച് തീർക്കാനും കഴിയില്ല. കാരണം തിരുവനന്തപുരം ജില്ല പോലുള്ള ഒരു സ്ഥലത്ത് സ്വാഭാവികമായി പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ സ്ഫോടക വസ്തു ഉണ്ടാക്കുന്നവർ പല കേസുകൾ ഉണ്ടായിട്ടുണ്ട്. സ്ഫോടക വസ്തു വിൽക്കുന്ന ലൈസൻസ്, ഇത്തരത്തിൽ പടക്കത്തിനും മറ്റും ലൈസൻസ് ഉള്ള ആളുകളുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വേണം ഇതിനൊരു നിഗമനത്തിലേക്ക് എത്താൻ. ഒരുപക്ഷെ ദിവസങ്ങൾ നീണ്ട ആലോചനയ്ക്ക് അല്ലെങ്കിൽ ഗൂഢാലോചനയ്ക്ക് ശേഷമാണ് CPM AKG സെന്ററിന് നേരെ ഇത്തരത്തിൽ സ്ഫോടക വസ്തു എറിഞ്ഞതെങ്കിൽ അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഫോടക വസ്തു ശേഖരിച്ച അല്ലെങ്കിൽ വാങ്ങിയ ആളുകളെ മാത്രം കേന്ദ്രീകരിച്ച് പരിശോധിച്ചിട്ടും കാര്യമുണ്ടാകില്ല. അപ്പം പല സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ ചോദ്യം ഇങ്ങനെ നിൽക്കുന്നു. 4 ദിവസമായിട്ടും പ്രതിയെക്കുറിച്ച് ശക്തമായ ഒരു സൂചനയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു സൂചനയോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചകൾ ഒന്നിനു പിറകെ ഒന്നായി വരികയും ചെയ്യുന്നു. ആ വിഷയം പ്രതിപക്ഷത്തിന് എന്തായാലും വലിയൊരു ആയുധം തന്നെയാണ്. ഭരണപക്ഷം അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടി വരികയും ചെയ്യും നിയമസഭയിൽ. ശരി, എന്തായാലും സഭയിൽ ഇന്ന് പ്രക്ഷുബ്ധമായ രംഗങ്ങളിലേക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. അത്രത്തോളം തീപിടിക്കുന്ന വിഷയങ്ങളാണ് ഇന്ന് സഭയ്ക്ക് മുന്നിൽ വരാനുള്ളത്.